ണ്ടോ നടക്കുമ്പോൾ അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. അങ്ങോട്ട് നോക്ക്. ഒരു വീടിന്റെ ജനല് തുറന്നു നിൽക്കുന്നത് കണ്ടാൽ, ഒരു വീടിന്റെ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടാൽ അതിലേക്ക് നോക്കുന്നത് ഒരു മുസ്ലിമിന് ഹറാമാണെന്നാ. അറിയോ നിങ്ങൾക്ക്? റോഡ് കൂടെ പോകുമ്പോഴേ റോഡ് സൈഡിലെ വീടുകൾ ഉണ്ടാവില്ല, കുട്ടികളൊക്കെ വാതിൽ തുറന്നിട്ട് പോയിട്ടുണ്ടാവും. അതിനുള്ളിൽ ഇങ്ങനെ നോക്കുക, അവിടെ ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, അവിടെ ആരാ ഉള്ളത്. ജനലിലേക്ക് നോക്കുന്നത്, ഒളിഞ്ഞു നോക്കുന്നത്, ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആ വീട്ടിനുള്ളിലേക്ക് നോക്കുന്നത് പോലും കുറ്റമാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ജനലിലേക്ക് ആരെങ്കിലും ഇങ്ങനെ കട്ടുനോക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് ഒരു കല്ലെറിഞ്ഞിട്ട് കണ്ണ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് കുറ്റല്ല. എന്തേ? അത് അവൻ ചെയ്ത ദുൽമാണ്, അതിന് കിട്ടുന്ന ശിക്ഷയാണ്, കുഴപ്പമില്ല. എന്തേ? ഇതൊരു മനുഷ്യന്റെ പ്രൈവസിയാണ്. ഒരു മനുഷ്യന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടാ പോലും നോക്കാൻ പാടില്ല എന്നാ ഉള്ളിലേക്ക്. റോഡിന്റെ സൈഡിലൊക്കെ വീടുകൾ ഉണ്ടാവില്ലേ, നോക്കാം. ഒരു കാറ് നിർത്തിയിട്ടുണ്ട്, അതിന്റെ വിൻഷീൽഡിലൂടെ ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പാടില്ല. നിങ്ങളെ വഴിക്ക് പോയാൽ മതി. നമ്മളിത് എന്ത് ചെയ്ത് എല്ലാം നോക്കുക, എല്ലാം പരിശോധിക്കുക, എല്ലാം അറിയണം, നാട്ടുകാരെ മുഴുവൻ ന്യൂസും കിട്ടണം. ഈ പരിപാടി പാടില്ല. അള്ളാഹുവിനത് ഇഷ്ടമല്ല, വളരെ മോശപ്പെട്ട സ്വഭാവമാണത്. നോക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞിട്ടേ കയറാൻ പാടുള്ളൂ. സമ്മതം ചോദിക്കണം. നിങ്ങൾ എത്ര പരിചയമുള്ള വീട്ടുകാരാണെങ്കിൽ പോലും ആ വീട്ടുകാർ കയറിക്കോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു തരാതെ നിങ്ങളായിട്ട് ഓടിച്ചാടി കയറാൻ പാടില്ല. നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ. സൂറത്തു നൂറിന്റെ തഫ്സീർ ഒന്ന് എടുത്ത് നോക്കിയാൽ, പരിഭാഷ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നത്. സൂറത്തു നൂറിലാണ് അള്ളാഹു നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഇദാ മശാ ലം യൽതഫിത്, ഹബീബായ നബി തങ്ങൾ തിരിഞ്ഞു നോക്കൂല, ഒരേ നടത്തമാണ് നടക്കാറുണ്ടായിരുന്നത്. അത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. ഇങ്ങനെ തിരിയാനും അറിയാനും നിന്നാൽ മെല്ലെ സ്ലോ ആവും. നബി തങ്ങളുടെ നടത്തം അങ്ങനെ വളരെ പതുക്കെയുമല്ല, എന്നാൽ ഒരുപാട് ധൃതിയുമല്ല, എന്നാൽ ഒരു ചെറിയ